ഹലോ ഗൈസ്, ഞങ്ങളങ്ങനെ വൈക്കത്തഷ്ടമി കൂടാൻ പോവുകയാണ്. ഇതെൻ്റെ വീടിൻ്റെ അടുത്തുള്ള എൻ്റെ അനിയനുമാണ്. അതെ, ബസ് വന്നു ഗൈസ്. ഞങ്ങൾ ബസ്സിൽ കയറാൻ പോവുകയാണ്. ഇതെൻ്റെ കസിനാണ്. പിന്നെ എൻ്റെ ചേച്ചിയും ചേട്ടനും വേറെ സ്റ്റോപ്പിൽ നിന്ന് കയറിയായിരുന്നു. ഞങ്ങൾ പിന്നെ വൈക്കത്തഷ്ടമിക്ക് എത്തി. പിന്നെ കളിപ്പാട്ടം അതൊക്കെ നോക്കി കിടക്കുന്നു. പിന്നെ കുറേ കമ്മലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. പിന്നെ പലഹാരങ്ങൾ കുറച്ച് വീട്ടിലേക്ക് മേടിക്കണമായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് കറങ്ങി നടന്നു. ഈ കാർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇതൊരു മാജിക്കൽ പേനയാണ്. ഇത് വെച്ച് എഴുതി കഴിഞ്ഞാൽ ലൈറ്റ് തെളിച്ചാൽ മാത്രമേ കാണത്തുള്ളൂ, അല്ലാണ്ട് കാണാൻ പറ്റത്തില്ല ഗൈസ്. മാജിക് പേന എക്സാമിനൊക്കെ കയറ്റി അടിപൊളിയായിരിക്കും. പിന്നെ ഞങ്ങളൊരു അലങ്കാര വസ്തുക്കൾ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. അതിൽ ചുമ്മാ ഇങ്ങനെ ആട്ടിക്കളിച്ചു. പിന്നെ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നോക്കി കിടക്കുന്നു. കുറേ വളകളൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കില്ല, ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് അഷ്ടമി ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു ഡ്രാഗണെ കണ്ടു. പിന്നെ ഞങ്ങൾ അവിടെ പോയി നോക്കി നിന്നതിന് ശേഷം പിന്നെ എൻ്റെ കൂട്ടത്തിൽ കുറച്ച് തല കറങ്ങി. അവൾക്ക് വെള്ളമൊക്കെ മേടിച്ചു കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. 60 രൂപയാണ് ടിക്കറ്റിൻ്റെ വില. പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറി. അകത്തേക്ക് കയറാനായിട്ടുള്ള ത്വരയിൽ ഞങ്ങൾ അങ്ങോട്ട് പോയി. പിന്നെ ഇതിനകത്തുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. നിങ്ങൾ കണ്ടോളൂ ഗൈസ്. അവിടെ നിന്ന് നേരെ ഇറങ്ങി ചെല്ലുന്നത് റോബോട്ടിക്സ് ഉള്ള സ്ഥലത്താണ്. അവിടെ ആ റോബോട്ട് നമുക്ക് ഷെയ്ക്കാനൊക്കെ തന്നു. പിന്നെ ഒരു പട്ടിക്കുട്ടനുണ്ടായിരുന്നു. എല്ലാവർക്കും പേടിയായിരുന്നു. പിന്നെ കുറേ അച്ചാറുകളൊക്കെ ഇട്ടിട്ടുണ്ടെന്ന്. അതിന് വെള്ളം ഉറുമായിരുന്നു ഗൈസ്. പിന്നെ ഞങ്ങൾ അമ്മത്തൊട്ടിൽ കാണാൻ പോയി. ഇറങ്ങുമ്പോഴേ കാണുന്നത് അമ്മത്തൊട്ടിലാണ്. പിന്നെ ഒരു ഊഞ്ഞാൽ പോലത്തെ സംഭവം ഉണ്ടായിരുന്നു. അതിൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ പേടിയായതുകൊണ്ട് കയറിയില്ല. പിന്നെ ഇതുപോലത്തെ ഒരു ട്രെയിൻ പോലത്തെ സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ബ്രെയിൻ കലക്കി ഉണ്ടായിരുന്നു. ഞാൻ ഇതിൽ കയറി. പിന്നെ ലാസ്റ്റത്തെ കാഴ്ചയാണ് ഗൈസ് ഈ കാണുന്നത്. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഗൈസ്. പുറത്തേക്ക് ഇറങ്ങി കുറച്ച് കായലൊക്കെ നോക്കി നിന്നു. പിന്നെ അവിടെ വെച്ച് എൻ്റെ ചേച്ചിയുടെ ഫ്രണ്ടിനെ കണ്ടു. ഞങ്ങളവിടെ വർത്തമാനം പറഞ്ഞു വന്നു. പിന്നെ ഞങ്ങൾ ഉപ്പിലിട്ട നെല്ലിക്കയും റൂബിക്കയും മാങ്ങയൊക്കെ തിന്നാനായിട്ട് അങ്ങോട്ട് പോയി. ആ ചേച്ചി ഞങ്ങൾക്ക് എല്ലാം ഓരോന്ന് വെച്ച് എടുത്ത് തന്നു ഗൈസ്. ഞങ്ങൾക്ക് എല്ലാം ടേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാം എടുത്ത് തന്നു. പിന്നെ ഒരു 7 മണിയൊക്കെ ആയ സമയത്ത് ഞങ്ങൾ വീട്ടിലേക്ക് ബസ് കയറി. പിന്നെ വീട്ടിലേക്ക് പോയി ഗൈസ്. അപ്പോൾ ഇത്ര